നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് കറണ്ട് അഫേഴ്സ് പാർട്ട് 1. ചുവടെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം? 1. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ്. 2. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3-നാണ്. 3. 2020 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കേരളത്തിൽ ഡിസംബർ 8, 10, 14 തീയതികളിലാണ് നടന്നത്. 4. ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 243K സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഓപ്ഷൻ എ 1, 2, 3 എന്നിവ മാത്രം. ഓപ്ഷൻ ബി 2, 3, 4 എന്നിവ മാത്രം. ഓപ്ഷൻ സി 1, 2, 4 എന്നിവ മാത്രം. ഓപ്ഷൻ ഡി 1, 2, 3, 4 എന്നിവ. ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 3, 4 എന്നിവ. ശരിയായ പ്രസ്താവനകൾ: തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ്. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3-നാണ്. 2020 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കേരളത്തിൽ ഡിസംബർ 8, 10, 14 തീയതികളിലാണ് നടന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 243K സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ ഉചിതമായത് തിരഞ്ഞെടുക്കുക. 1. ലോകസഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ്. 2. സ്പീക്കർ ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. 3. സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഇലക്ഷൻ തീയതി തീരുമാനിക്കുന്നത് പ്രസിഡന്റ്. 4. ലോകസഭാ അംഗങ്ങൾക്കിടയിൽ നിന്നുള്ള ഒരു സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നു. ഓപ്ഷൻ എ 1, 2 മാത്രം ശരി. ഓപ്ഷൻ ബി 1, 2, 4 ശരി, 3 തെറ്റ്. ഓപ്ഷൻ സി 1, 2, 3 ശരി, 4 തെറ്റ്. ഓപ്ഷൻ ഡി 1, 2, 3, 4 ശരി. ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 3, 4 ശരി. ശരിയായ പ്രസ്താവനകൾ: ലോകസഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ്. സ്പീക്കർ ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഇലക്ഷൻ തീയതി തീരുമാനിക്കുന്നത് പ്രസിഡന്റ്. ലോകസഭാ അംഗങ്ങൾക്കിടയിൽ നിന്നുള്ള ഒരു സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നു. താഴെ പറയുന്നവയിൽ സംയുക്ത സമ്മേളനത്തെ സംബന്ധിക്കുന്ന ശരിയായ വിവരം. 1. പാർലമെൻറ്റിലെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ലോകസഭാ സ്പീക്കർ. 2. പാർലമെൻറ്റിലെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതി. 3. സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് രാഷ്ട്രപതി. 4. സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ഓപ്ഷൻ എ 1, 3. ഓപ്ഷൻ ബി 2, 3. ഓപ്ഷൻ സി 2, 4. ഓപ്ഷൻ ഡി 1, 4. ഉത്തരം ഓപ്ഷൻ സി 2, 4. സംയുക്ത സമ്മേളനത്തെ സംബന്ധിക്കുന്ന ശരിയായ വിവരം: പാർലമെൻറ്റിലെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതി. സംയുക്ത സമ്മേളനത്തിൽ രാഷ്ട്രപതി അധ്യക്ഷത വഹിച്ചു. മൗലിക കടമകളെക്കുറിച്ച് അഥവാ അടിസ്ഥാന കടമകളെക്കുറിച്ച്
താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം? 1. ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ 11 മൗലിക കടമകൾ ഉണ്ട്. 2. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുക എന്നത് മൗലിക കടമയാണ്. 3. മൗലിക കടമകൾ കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നതല്ല. 4. നിർദ്ദേശക തത്വങ്ങൾ കോടതിയിലൂടെ സ്ഥാപിക്കാൻ കഴിയുന്നതാണ്. ഓപ്ഷൻ എ 1, 2, 4 എന്നിവ മാത്രം. ഓപ്ഷൻ ബി 1, 3, 4 എന്നിവ മാത്രം. ഓപ്ഷൻ സി 2, 3, 4 എന്നിവ മാത്രം. ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവ മാത്രം. ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവ മാത്രം. മൗലിക കടമകളെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ. ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ 11 മൗലിക കടമകൾ ഉണ്ട്. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുക എന്നത് മൗലിക കടമയാണ്. മൗലിക കടമകൾ കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നതല്ല. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. ലോക്പാൽ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് LM സിംഗിയാണ്. 2. ലോക്പാൽ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2014 ജനുവരി 1-നാണ്. 3. ലോക്പാൽ ബിൽ ആദ്യമായി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് അണ്ണാ ഹസാരെയാണ്. 4. ലോക്പാലിൽ 9 അംഗങ്ങൾ ഉണ്ടായിരിക്കണം. ഓപ്ഷൻ എ 1, 2, 4 എന്നിവ മാത്രം. ഓപ്ഷൻ ബി 1, 2, 3 എന്നിവ മാത്രം. ഓപ്ഷൻ സി 1, 4 എന്നിവ മാത്രം. ഓപ്ഷൻ ഡി 1, 2 എന്നിവ മാത്രം. ഉത്തരം ഓപ്ഷൻ എ 1, 2, 4 എന്നിവ മാത്രം. ശരിയായ പ്രസ്താവനകൾ. ലോക്പാൽ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് LM സിംഗിയാണ്. ലോക്പാൽ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2014 ജനുവരി 1-നാണ്. ലോക്പാലിൽ 9 അംഗങ്ങൾ ഉണ്ടായിരിക്കണം. അവിശ്വാസ പ്രമേയത്തെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം? 1. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ്. 2. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് പ്രതിപക്ഷമാണ്. 3. അവിശ്വാസ പ്രമേയം ലോക്സഭയിലും രാജ്യസഭയിലും അവതരിപ്പിക്കാവുന്നതാണ്. 4. വിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. ഓപ്ഷൻ എ 2, 3, 4 എന്നിവ. ഓപ്ഷൻ ബി 1, 2, 4 എന്നിവ. ഓപ്ഷൻ സി 1, 2, 3, 4 എന്നിവ. ഓപ്ഷൻ ഡി 2, 3 എന്നിവ. ഉത്തരം ഓപ്ഷൻ ബി 1, 2, 4 എന്നിവ. അവിശ്വാസ പ്രമേയത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ്. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് പ്രതിപക്ഷമാണ്. വിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ചെയർമാൻ സ്ഥാനം വഹിച്ചിരുന്ന ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റികൾ ഏതെല്ലാമാണ്? 1. മൈനോറിറ്റി സബ് കമ്മിറ്റി. 2. സ്റ്റിയറിംഗ് കമ്മിറ്റി. 3. ഹൗസ് കമ്മിറ്റി. 4. റൂൾസ് ഓഫ് പ്രൊസീജിയർ. ഓപ്ഷൻ എ 1, 3 എന്നിവ. ഓപ്ഷൻ ബി 2, 4 എന്നിവ. ഓപ്ഷൻ സി 1, 4 എന്നിവ. ഓപ്ഷൻ ഡി 3, 4 എന്നിവ. ഉത്തരം ഓപ്ഷൻ ബി 2, 4 എന്നിവ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ചെയർമാൻ സ്ഥാനം വഹിച്ചിരുന്ന
ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റികൾ, സ്റ്റിയറിംഗ് കമ്മിറ്റി, റൂൾസ് ഓഫ് പ്രൊസീജിയർ. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്ന ആശയങ്ങൾ ഏതെല്ലാം? 1. ഫെഡറൽ സംവിധാനം. 2. ഗവർണർ പദവി. 3. ഫെഡറൽ കോടതി. 4. പബ്ലിക് സർവീസ് കമ്മീഷൻ. ഓപ്ഷൻ എ 1, 2, 4 എന്നിവ. ഓപ്ഷൻ ബി 1, 2, 3 എന്നിവ. ഓപ്ഷൻ സി 2, 3, 4 എന്നിവ. ഓപ്ഷൻ ഡി 1, 2, 3, 4 എന്നിവ. ഉത്തരം ഓപ്ഷൻ സി 2, 3, 4 എന്നിവ. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്ന ആശയങ്ങൾ: ഗവർണർ പദവി, ഫെഡറൽ കോടതി, പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇന്ത്യയിൽ ദ്വിമണ്ഡല സഭയുള്ള സംസ്ഥാനങ്ങൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? 1. കർണാടക. 2. ഉത്തർപ്രദേശ്. 3. മധ്യപ്രദേശ്. 4. മഹാരാഷ്ട്ര. 5. ആസാം. 6. ബീഹാർ. ഓപ്ഷൻ എ 1, 2, 3, 4 എന്നിവ. ഓപ്ഷൻ ബി 1, 2, 4, 5 എന്നിവ. ഓപ്ഷൻ സി 2, 3, 4, 5 എന്നിവ. ഓപ്ഷൻ ഡി 1, 2, 4, 6 എന്നിവ. ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 4, 6 എന്നിവ. ഇന്ത്യയിൽ ദ്വിമണ്ഡല സഭയുള്ള സംസ്ഥാനങ്ങൾ: കർണാടക, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ. ചുവടെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം? 1. പ്രിവി പഴ്സ് അഥവാ രാജകീയ ഭണ്ഡാരം നിർത്തലാക്കിയത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്, 1971. 2. 26ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പ്രിവി പഴ്സ് നിർത്തലാക്കിയത്. 3. 20-ദിന കർമ്മ പരിപാടി 20 പോയിന്റ് പ്രോഗ്രാംസ് ആവിഷ്കരിച്ചത് ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന കാലയളവിലാണ്. ഓപ്ഷൻ എ 1, 2 എന്നിവ മാത്രം. ഓപ്ഷൻ ബി 2, 3 എന്നിവ മാത്രം. ഓപ്ഷൻ സി 1, 2, 3 എന്നിവ. ഓപ്ഷൻ ഡി 1, 3 എന്നിവ മാത്രം. ഉത്തരം ഓപ്ഷൻ സി 1, 2, 3 എന്നിവ. ശരിയായ പ്രസ്താവനകൾ: പ്രിവി പഴ്സ് അഥവാ രാജകീയ ഭണ്ഡാരം നിർത്തലാക്കിയത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്, 1971. 26ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പ്രിവി പഴ്സ് നിർത്തലാക്കിയത്. 20-ദിന കർമ്മ പരിപാടി 20 പോയിന്റ് പ്രോഗ്രാംസ് ആവിഷ്കരിച്ചത് ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന കാലയളവിലാണ്. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമെന്ന് കണ്ടെത്തുക. 1. സേവനാവകാശ നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. 2. കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്നത് 2012 നവംബർ 1-നാണ്. 3. ഭക്ഷ്യസുരക്ഷാ ബിൽ രാഷ്ട്രപതി ഒപ്പുവച്ചത് 2013 സെപ്റ്റംബർ 12-നാണ്. ഓപ്ഷൻ എ 1, 3 എന്നിവ മാത്രം. ഓപ്ഷൻ ബി 1, 2, 3 എന്നിവ. ഓപ്ഷൻ സി 2, 3 എന്നിവ മാത്രം. ഓപ്ഷൻ ഡി 1, 2 എന്നിവ മാത്രം. ഉത്തരം ഓപ്ഷൻ ബി 1, 2, 3 എന്നിവ. ശരിയായ പ്രസ്താവനകൾ: സേവനാവകാശ നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്നത് 2012 നവംബർ 1-നാണ്.
ഭക്ഷ്യസുരക്ഷാ ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2013 സെപ്റ്റംബർ 12-നാണ്. കോടതികൾ പുറപ്പെടുവിക്കുന്ന പ്രധാനപ്പെട്ട റിട്ടുകളും അവയുടെ അർത്ഥവുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ആയതിൽ നിന്ന് ശരിയായത് ഏതെല്ലാമെന്ന് കണ്ടെത്തുക. 1. മാൻഡമസ്, നാം കൽപ്പിക്കുന്നു. 2. കൊവാറന്റോ, എന്ത് അധികാരം. 3. ഹേബിയസ് കോർപ്പസ്, നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം. ഓപ്ഷൻ എ 1, 2, 3 എന്നിവ. ഓപ്ഷൻ ബി 1, 3 എന്നിവ മാത്രം. ഓപ്ഷൻ സി 1, 2 എന്നിവ മാത്രം. ഓപ്ഷൻ ഡി 2, 3 എന്നിവ മാത്രം. ഉത്തരം ഓപ്ഷൻ എ 1, 2, 3 എന്നിവ. കോടതികൾ പുറപ്പെടുവിക്കുന്ന പ്രധാനപ്പെട്ട റിട്ടുകളും അവയുടെ അർത്ഥവും. മാൻഡമസ്, നാം കൽപ്പിക്കുന്നു. കൊവാറന്റോ, എന്ത് അധികാരം. ഹേബിയസ് കോർപ്പസ്, നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം. ചുവടെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം. 1. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ കാലാവധി 4 വർഷമാണ്. 2. ഒരു വ്യക്തിക്ക് പരമാവധി 2 തവണ അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലിരിക്കാം. 3. അമേരിക്കയുടെ 45-ാമത്തെ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. 4. ഡൊണാൾഡ് ട്രംപ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രതിനിധിയാണ്. ഓപ്ഷൻ എ 1, 2, 4 എന്നിവ. ഓപ്ഷൻ ബി 2, 3, 4 എന്നിവ. ഓപ്ഷൻ സി 1, 3, 4 എന്നിവ. ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവ. ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവ. ശരിയായ പ്രസ്താവനകൾ. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ കാലാവധി 4 വർഷമാണ്. ഒരു വ്യക്തിക്ക് പരമാവധി 2 തവണ അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലിരിക്കാം. അമേരിക്കയുടെ 45-ാമത്തെ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. ചുവടെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം. 1. കേരളത്തിലെ ആദ്യ മന്ത്രിസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 5-നാണ്. 2. കേരളത്തിലെ ആദ്യ നിയമസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 1-നാണ്. 3. ഒന്നാം മന്ത്രിസഭയെ പുറത്താക്കിയത് 1959 ജൂലൈ 31-നാണ്. 4. ഏറ്റവും കുറവ് വനിതാ പ്രാതിനിധ്യമുണ്ടായിരുന്നത് ഒന്നാം നിയമസഭയിലാണ്. ഓപ്ഷൻ എ 1, 2, 3 എന്നിവ. ഓപ്ഷൻ ബി 1, 3, 4 എന്നിവ. ഓപ്ഷൻ സി 2, 3, 4 എന്നിവ. ഓപ്ഷൻ ഡി 1, 2, 4 എന്നിവ. ഉത്തരം ഓപ്ഷൻ എ 1, 2, 3 എന്നിവ. ശരിയായ പ്രസ്താവനകൾ. കേരളത്തിലെ ആദ്യ മന്ത്രിസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 5-നാണ്. കേരളത്തിലെ ആദ്യ നിയമസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 1-നാണ്. ഒന്നാം മന്ത്രിസഭയെ പുറത്താക്കിയത് 1959 ജൂലൈ 31-നാണ്. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം. 1. ഇന്ത്യയിൽ നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകിയത് രാജ ചെല്ലയ്യ കമ്മിറ്റിയാണ്. 2. നികുതി, ധനവിനിയോഗം, കടമെടുക്കൽ എന്നിവ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ നയമാണ് ധനനയം, മോണിറ്ററി പോളിസി എന്നറിയപ്പെടുന്നത്. 3. ഇന്ത്യയിൽ വാണിജ്യ കുത്തകകളെ നിയന്ത്രിക്കാനായി പുറപ്പെടുവിച്ച MRTP ആക്ട് നിലവിൽ വന്നത് ജൂൺ 1, 1970 മുതലാണ്. 4. MRTP ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയത് 18 ഡിസംബർ 1969-ലാണ്. ഓപ്ഷൻ എ 1, 2, 3, 4 എന്നിവ. ഓപ്ഷൻ ബി 1, 2, 3 എന്നിവ മാത്രം. ഓപ്ഷൻ സി 1, 2, 4 എന്നിവ മാത്രം. ഓപ്ഷൻ ഡി 1, 3, 4 എന്നിവ മാത്രം.
ഉത്തരം ഓപ്ഷൻ എ 1, 2, 3, 4 എന്നിവ. ശരിയായ പ്രസ്താവനകൾ: ഇന്ത്യയിൽ നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകിയത് രാജ ചെല്ലയ്യ കമ്മിറ്റിയാണ്. നികുതി, ധനവിനിയോഗം, കടമെടുക്കൽ എന്നിവ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ നയമാണ് ധനനയം, മോണിറ്ററി പോളിസി എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ വാണിജ്യ കുത്തകകളെ നിയന്ത്രിക്കാനായി പുറപ്പെടുവിച്ച MRTP ആക്ട് നിലവിൽ വന്നത് ജൂൺ 1, 1970 മുതലാണ്. MRTP ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയത് 18 ഡിസംബർ 1969. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.